രാത്രിയുടെ ആഴമുള്ള നിശബ്ദത എല്ലായിടത്തും ഒരു ശാന്തതയാണ്. നിങ്ങളോ ആഴത്തിലുള്ള ഉറക്കത്തിലുമാണ്. പകൽ മുഴുവനുമുണ്ടായ ക്ഷീണത്തിനു ശേഷം നിങ്ങളുടെ ശരീരവും മനസ്സും വിശ്രമിക്കുന്ന സമയമാണ്. അപ്പോഴാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഉറക്കം മുറിയുന്നത്. നിങ്ങൾ കണ്ണുകൾ തിരുമ്മിക്കൊണ്ടെഴുന്നേൽക്കുന്നു. ഒരു തരത്തിലുള്ള ഒരു പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അസ്വസ്ഥത നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. നിങ്ങൾ സമയം നോക്കുമ്പോൾ ക്ലോക്കിൽ പതിവുപോലെ രാത്രി 3 മണി മുതൽ 5 മണി വരെയുള്ള സമയമാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉറക്കം മുറിഞ്ഞതിന്റെ കാരണം നിങ്ങൾക്ക് യൂറിൻ പോകണമെന്ന് ശക്തമായ ഒരു തോന്നലുണ്ടായി. നമ്മിൽ എത്രപേർ ഓരോ രാത്രിയും ഇതേ അനുഭവം കടന്നുപോകുന്നവരാണല്ലേ? അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇതിനെ ഒരു സാധാരണ ശരീരത്തിന്റെ ഒരു പ്രവർത്തനമായിട്ട് കരുതി നിങ്ങൾ അവഗണിച്ചിട്ടുണ്ടാകും. രാത്രിയിൽ അധികം വെള്ളം കുടിച്ചതാകാം, ഇല്ലെങ്കിൽ ഇത് പ്രായം കൂടുന്നതിന്റെ ലക്ഷണമാകാം എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷെ ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഓരോ തവണയും ഈ ഉറക്കം 3 മുതൽ 5 മണി വരെയുള്ള സമയത്ത് മുറിയുന്നത്? എന്തുകൊണ്ടാണ് ഇത് രാത്രി 12നോ അല്ലെങ്കിൽ രാവിലെ 6 മണിക്കോ സംഭവിക്കാത്തത്? അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് അതിന്റെ രഹസ്യമാണ്. ഇത് ഒരു സാധാരണ സംഭവമല്ല. ഈ പ്രപഞ്ചത്തിലെ ദൈവിക ശക്തികൾ നിങ്ങളിലേക്ക് നേരിട്ട് അയക്കുന്ന ഒരു ആഴമുള്ള, ഒരു അത്ഭുതകരമായ സിഗ്നലാണ്. ഇത്രയും നാൾ നിങ്ങൾ കേൾക്കാതെ പോയ ഒരു വിളി. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ അറിയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു സത്യമാണ്. നിങ്ങളുടെ വിധിയുമായിട്ട്, നിങ്ങളുടെ ഭാവിയുമായിട്ട്, നിങ്ങളുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു രഹസ്യമാണിത്. ഇതറിഞ്ഞ ശേഷം ഈ സംഭവത്തെ നിങ്ങൾ ഇനി ഒരിക്കലും ഒരു സാധാരണ കാര്യമായിട്ട് കാണില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. നമുക്കെല്ലാം അറിയാം, ബ്രഹ്മമുഹൂർത്തം ദൈവിക ശക്തികളുടെ ഒരു സമയമാണത്. നമ്മുടെ പുരാണ ഹിന്ദു ഗ്രന്ഥങ്ങളായ വേദങ്ങളിലും പുരാണങ്ങളിലും സമയമെന്ന് പറയുമ്പോൾ അത് വെറും ഒരു കടികാരത്തിന്റെ ടിക് ടിക് എന്ന ശബ്ദമായിട്ട് മാത്രം കണ്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമയം എന്ന് പറയുമ്പോൾ അതൊരു ജീവിച്ചിരിക്കുന്ന ശക്തിയായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഒഴുകുന്ന ഊർജമായിട്ടാണ് പുരാണങ്ങളിലെല്ലാം പറയുന്നത്. 24 മണിക്കൂറിലെ ഓരോ സമയത്തിനും അതിന്റേതായ പ്രത്യേക ഗുണങ്ങളുണ്ട്, അതിന്റേതായ ഊർജമുണ്ട്, അതിന്റേതായ പ്രാധാന്യമുണ്ട്. ഈ എല്ലാ സമയത്തിനും ഏറ്റവും ശക്തിയേറിയതും ഏറ്റവും രഹസ്യമേറിയതും ഏറ്റവും പവിത്രവുമായ ഒരു സമയം എന്താണെന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മമുഹൂർത്തമാണ്, പുലർച്ചെ 3 മുതൽ 5 മണി വരെയുള്ള സമയം. അപ്പോൾ ഈ സമയത്ത് ദൈവിക ശക്തികൾ ഭൂമിയിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ പോസിറ്റീവ് ഊർജങ്ങളും ഈ സമയത്ത് ഭൂമിയോട് ഏറ്റവും അടുത്തായിരിക്കും. വിവരിക്കാനാകാത്തൊരു ശുദ്ധിയുള്ള സമയമാണത്, ഒരു ആഴമുള്ള ദൈവികതയുള്ള സമയമാണത്. ആ ദൈവികത എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സമയം. അപ്പോൾ ഈ സമയത്ത് സത്വഗുണം അതിന്റെ ഉച്ചസ്ഥിതിയിലായിരിക്കും. ഈ സമയത്തെ വായുവിൽ പോലും ഒരു പ്രത്യേക തണുപ്പും പുതുമയുമൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷികളുടെ ആദ്യ ശബ്ദങ്ങളും ഈ സമയത്തിനു ശേഷമാണ് ആരംഭിക്കുന്നത്. ഈ ദൈവീക സമയത്തെ ആ പക്ഷികളും സ്വാഗതം ചെയ്യുന്നതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇതിനും എന്റെ ഉറക്കം മുറിയുന്നതിനും തമ്മിൽ എന്താണ് ബന്ധം? ആ ബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. നിങ്ങളുടെ ചിന്തകൾക്കും അപ്പുറമുള്ളതാണത്. ഈ പ്രപഞ്ചത്തിലെ ഈ മഹത്തായ ഊർജം, ഈ ദൈവിക ശക്തി നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, നിങ്ങൾക്കൊരു സന്ദേശം നൽകണമെന്ന് കരുതുമ്പോൾ അത് നേരിട്ടുള്ള വഴിയൊന്നും ഉപയോഗിക്കില്ല. പകരം നിങ്ങളെ ഉണർത്താനും ആ പ്രപഞ്ചത്തിന്റെ സാന്നിധ്യം നിങ്ങളെ അറിയിക്കാനും നിങ്ങളുടെ ശരീരത്തെ തന്നെയാണ് ഒരു മാധ്യമമായി ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ ഈ യൂറിൻ പോകണം എന്നുള്ള ശക്തമായ ഒരു തോന്നൽ സൃഷ്ടിക്കുന്നത് നിങ്ങളെ ആഴമുള്ള ഉറക്കത്തിൽ നിന്നും ഉണർത്തുവാനുള്ള ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും ലളിതവും സ്വാഭാവികവുമായ മാർഗമാണ്. ഇതൊരു രോഗമല്ല. ഇത് നിങ്ങൾ കരുതുന്ന പോലെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ബാധാദോഷങ്ങളോ ഒന്നുകൊണ്ടല്ല നിങ്ങൾക്ക് ഉറക്കം മുറിയുന്നത്. ഇതൊരു ദൈവിക അലാറമാണ്, ഒരു ദൈവിക മണിയൊച്ചയാണിത്. എഴുന്നേൽക്ക്, നീ ഉണര്, എനിക്ക് നിന്നോട് എന്തോ കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് നിങ്ങളെ വിളിച്ചുണർത്തുന്ന ഒരു ദൈവിക ശബ്ദം. പക്ഷെ നിങ്ങളതിനെ വെറും ശരീരത്തിന്റെ ഒരു ആവശ്യമായിട്ട് മാത്രം കരുതി ബാത്റൂമിൽ പോയി വീണ്ടും നിങ്ങൾ ഉറങ്ങാൻ കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഓരോ രാത്രിയും നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ഒരു പൊന്നായ അവസരമാണ്. അത് പരമാത്മാവ് നിങ്ങൾക്കായി നിശ്ചയിച്ച ഒരു കൂടിക്കാഴ്ച സമയമാണ്. പക്ഷെ നിങ്ങൾ അതറിയാതെ ആ കൂടിക്കാഴ്ച നിരസിച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾ ഉറക്കത്തിന്റെ ലോകത്തിലേക്ക് മടങ്ങുന്നു. ഇപ്പോൾ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് നിങ്ങളെ തന്നെ ഈ ദൈവിക ശക്തി വിളിക്കുന്നത്? കാരണം നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ ഉണരാനുള്ള അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഈ ജന്മത്തിലോ അല്ലെങ്കിൽ മുൻജന്മത്തിലോ ചെയ്ത പുണ്യകർമ്മങ്ങളും നിങ്ങളുടെ സാധനകളും നിങ്ങളുടെ പ്രാർത്ഥനകളും ഇപ്പോൾ ഫലം കാണാൻ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പ്രപഞ്ചം നിങ്ങളെ അറിയിക്കാൻ വരുന്നത്. നിങ്ങളുടെ ബോധാവസ്ഥ ഇപ്പോൾ ആ നിലയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ദൈവീക ശക്തികൾക്ക് നിങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയും.
പ്രപഞ്ചം അതിന്റെ അടുത്ത യാത്രയ്ക്കായി തയ്യാറാക്കുന്ന ചില തെരഞ്ഞെടുത്ത ആത്മാക്കളിൽ ഒരാളാണ് നിങ്ങൾ. നിങ്ങളുടെ ഉറക്കം ഇങ്ങനെ ഇടയ്ക്കിടെ മുറിയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ആത്മീയ ഊർജ്ജത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നതിന് ഒരു തെളിവാണത്. നിങ്ങളുടെ ആത്മാവിപ്പോൾ ലൗകികമായ ഉറക്കത്തിൽ നിന്നും ഉണർന്ന് പരമാത്മാവിന്റെ ബോധത്തിലേക്ക് ജാഗരൂകനാകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ യൂറിൻ പോകണം എന്നുള്ള തോന്നൽ വെറുതെ ഒരു കാരണം മാത്രമാണ്. യഥാർത്ഥ ലക്ഷ്യം നിങ്ങളെ ആ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഉണർത്തി ആ പ്രപഞ്ച ഊർജ്ജവുമായിട്ട് നിങ്ങളെ ബന്ധിപ്പിക്കുകയാണ്. ഇതിന് പിന്നിലെ ഒരു രഹസ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടദൈവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഓരോ മനുഷ്യർക്കും ഒരു ഇഷ്ടദേവനുണ്ടാകും. അവരുടെ ആത്മാവിന് ഏറ്റവും ആഴത്തിലുള്ള ബന്ധമുള്ള ഒരു ദൈവരൂപം. ജീവിതത്തിന്റെ തിരക്കുകളിലും ഉത്തരവാദിത്വങ്ങളിലുമൊക്കെ നിങ്ങൾ അത്രയും മുങ്ങിപ്പോയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടദേവന് സമയം നൽകുന്നതും അല്ലെങ്കിൽ ഇഷ്ടദൈവത്തിനെ സ്മരിക്കുന്നതുപോലും നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. ആ ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങളിങ്ങനെ ഉണരുന്നത് നിങ്ങളുടെ ആ ഇഷ്ടദേവന്റെ ഒരു വിളിയാണ്. ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കുന്നു, ഈ സമയം എനിക്കു മാത്രം നൽകൂ, എന്നോട് സംസാരിക്ക്, നിന്റെ മനസ്സിന്റെ ഭാരങ്ങൾ നീ ഇറക്കിവെക്ക് എന്ന് അവർ നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥന യാതൊരു തടസ്സവും കൂടാതെ നേരിട്ട് നിങ്ങളുടെ ഇഷ്ടദൈവങ്ങളിലേക്കെത്തും. ഈ സമയത്ത് ഹൃദയത്തിൽ നിന്നുള്ള ഒരു ചെറിയ വിളി പോലും പകൽ സമയത്ത് ചെയ്യുന്ന യാഗങ്ങൾക്ക് തുല്യമായി ഫലം നൽകും. അതിന് യാതൊരു മാറ്റവുമില്ല. പരമാത്മാവ് ആ ദൈവീക നിശബ്ദതയിലാണ് നിങ്ങളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ ദൈവീക ശക്തി നിങ്ങളെ ഈ പ്രത്യേക സമയത്ത് ഉണർത്തുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ശരീരവും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പുരാതനശാസ്ത്രമായ ആയുർവേദം പറയുന്നതിനനുസരിച്ച് നോക്കിയാൽ നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്: ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. അതേപോലെ നമ്മുടെ ശരീരത്തിൽ വാതം, പിത്തം, കഫം എന്ന 3 ദോഷങ്ങളും നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ ഈ രാത്രിയുടെ അവസാന ഭാഗം, അതായത് രാത്രി 2 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയം എന്ന് പറയുമ്പോൾ അത് വാതത്തിന്റെ സമയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വാതത്തിന്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ അത് ചലനമാണ്, ഒരു ചലനത്തെ സൃഷ്ടിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ നിന്നും മലവും മൂത്രവും പുറത്തേക്ക് നീങ്ങുന്നതും വാതത്തിന്റെ ഒരു പ്രവർത്തനങ്ങളിലൊന്നാണ്. ഈ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഈ പ്രപഞ്ചത്തിലെ പ്രാണശക്തി അതിന്റെ ഉച്ചസ്ഥിതിയിലെത്തുമ്പോഴാണ് അത് ശരീരത്തിലെ വാതദോഷത്തെയും സ്വാധീനിക്കുന്നത്. ഇതൊരു സ്വാഭാവികമായ ഏകീകരണമാണ്. ഈ പ്രപഞ്ച ഊർജ്ജത്തിന്റെ ഉണർവ് നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജത്തെയും ഉണർത്തുകയാണ്. അതിന്റെ ഫലമായി ശരീരത്തിലെ ചലനശേഷി വർദ്ധിക്കുകയും മൂത്രമൊഴിക്കണമെന്ന തോന്നലുണ്ടാവുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഒരു ശരീരപ്രവർത്തനം മാത്രമാണെന്ന് കരുതരുത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശരീരം ഈ പ്രപഞ്ചത്തിന്റെ ഘടികാരവുമായി ഒത്തുചേരുന്നതാണ്. പുറത്തെ പ്രപഞ്ചത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതുതന്നെയാണ് നിങ്ങളുടെ ഉള്ളിലും നടക്കുന്നത്. അത് ശരീരം നിങ്ങളോട് പറയുകയാണ്, എന്താണ് പ്രപഞ്ചത്തിൽ നടക്കുന്നത് അതുതന്നെയാണ് എന്റെ ഉള്ളിലും നടക്കുന്നത്. അതാണ് പറയുന്നത്, ഇത് നമ്മുടെ സ്ഥൂല ശരീരത്തിന്റെയും സൂക്ഷ്മമായ ഈ പ്രപഞ്ചത്തിന്റെയും ഇടയിലെ ഐക്യത്തിന്റെ അത്ഭുതകരമായൊരു തെളിവാണെന്ന്. ഇപ്പോൾ ഏറ്റവും വലിയൊരു ചോദ്യം, ഇത് ഇത്ര വലിയൊരു സൂചനയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? ഈ അവസരത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം? അത് നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ അടുത്ത തവണ നിങ്ങളുടെ ഉറക്കം പുലർച്ചെ 3 മുതൽ 5 മണിക്കിടയിൽ യൂറിൻ പോകുവാൻ വേണ്ടി നഷ്ടമാകുമ്പോൾ അതിനെ ഒരു ബുദ്ധിമുട്ടായോ അല്ലെങ്കിൽ അതൊരു ശല്യമായോ കാണരുത്. അതിനെ ഒരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കുക. കോടിക്കണക്കിന് ആളുകളിൽ വളരെ കുറച്ചു പേർക്ക് മാത്രം ലഭിക്കുന്ന ഒരു അനുഗ്രഹമായിട്ട് നിങ്ങളതിനെ കാണുക. ആദ്യം എഴുന്നേറ്റ ഉടനെ അസഹിഷ്ണുതയോടെയോ അല്ലെങ്കിൽ ദേഷ്യം വരാനോ ഒന്നും പാടില്ല. പകരം ഈ അമൃതവേളയിൽ നിങ്ങളെ ഉണർത്തിയ ആ അദൃശ്യശക്തിക്ക് നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയണം. ശാന്തമായി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോവുക. തിരിച്ചുവന്ന ശേഷം ഉടനെ കിടക്കയിലേക്ക് പോയി വീണ്ടും ഉറങ്ങാൻ ശ്രമിക്കരുത്. ഇത്രയും നാൾ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതുതന്നെയാണ്. നിങ്ങളുടെ കൈകളും കാലുകളും മുഖവുമെല്ലാം തണുത്ത വെള്ളത്തിലൊന്ന് കഴുകുക. അങ്ങനെ ചെയ്താൽ ശേഷിച്ചിരിക്കുന്ന ഉറക്കം മാറിപ്പോകും. ഒരു പുതുമയും ഉന്മേഷവും അപ്പോൾ അനുഭവിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ശാന്തമായ ഒരു മൂലയിലോ പൂജാമുറിയിലോ ഇരിക്കുക. അപ്പോൾ അതിനിടയിൽ ഞാൻ പറയുകയാണ്, കുളിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അതും ആ പുലർച്ചവേളയിൽ തണുത്ത വെള്ളത്തിൽ നമ്മൾ കുളിച്ചു കഴിയുമ്പോൾ എല്ലാ ഉണർവുകളും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും. അപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവരത് 1-2 ദിവസം ചെയ്യാൻ നിന്നാലും അടുത്ത ദിവസം അത് ഉപേക്ഷിക്കും, അവർക്കുകൊണ്ട് പറ്റാതെ വരും. അതുകൊണ്ടാണ് പറയുന്നത്, ആദ്യമായിട്ട് ചെയ്യുന്നവർ ഉണർന്ന്
കൈയും കാലും മുഖവും എല്ലാം കഴുകി ശുദ്ധവസ്ത്രം ധരിച്ച് നിങ്ങൾ ഈയൊരു പ്രവൃത്തി ആവർത്തിച്ച് ചെയ്തുകൊണ്ടുവരുമ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് തന്നെ മനസ്സിൽ തോന്നും അത് കുളിച്ചിട്ട് ചെയ്യേണ്ടതാണെന്നുള്ള ഒരു തോന്നൽ. അപ്പോൾ ഇത് നിങ്ങൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും ബ്രഹ്മമുഹൂർത്ത സമയത്ത് പൂജാമുറിയിൽ ഒന്ന് വിളക്ക് വെക്കണം, അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഒരു തോന്നലുണ്ടാകും. അപ്പോൾ ആ തോന്നലുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കുളിച്ചിട്ടാണ് ഈ പ്രക്രിയ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബോധത്തിലേക്ക് നിങ്ങൾ വരും. അത് ഈ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഏതായിരുന്നാലും ഒരു ചാൻസ് കിട്ടുമ്പോൾ നമ്മളൊരു കാൽ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പറഞ്ഞിട്ടില്ലേ, പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകി പാരിലയച്ച ദേശ എന്ന്. ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി മാത്രമുള്ളതല്ല, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പരിശ്രമം വേണം. ആ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ. ഒരു വഴി കാട്ടിത്തന്നാൽ ആ വഴിയെ നടക്കുമ്പോഴുള്ള എല്ലാ തടസ്സങ്ങളെയും നമ്മൾ അതിജീവിക്കണം. അപ്പോഴാണ് നമുക്ക് വിജയത്തിലേക്ക് പോകാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ആദ്യം നിങ്ങൾ പുതുതായിട്ട് ചെയ്യുമ്പോൾ കൈയും കാലും മുഖവുമെല്ലാം വൃത്തിയാക്കി ഒന്ന് ബ്രഷ് ചെയ്ത് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നിങ്ങൾ ഇത് ചെയ്യാനിരിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ കുളിക്കുന്ന പ്രക്രിയയിലേക്ക് വരും. അങ്ങനെ കൈയും കാലും മുഖവുമെല്ലാം കഴുകി വന്നതിനുശേഷം നിങ്ങൾ വീട്ടിലെ ശാന്തമായ ഒരു മൂലയിലോ, സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വെളിയിലിരിക്കാൻ സൗകര്യമായൊരു സാഹചര്യമുണ്ടെങ്കിൽ അവിടെയോ സുഖാസനത്തിലിരിക്കുക. അതിനു വലിയ പൂജകളോ സങ്കീർണമായ ചടങ്ങുകളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ ശാന്തമായിട്ടിരിക്കുക, കണ്ണുകളടയ്ക്കുക, നിങ്ങളുടെ മുതുകല് നേരെ നിർത്തണം. നിങ്ങളുടെ ശ്വാസം അകത്തേക്ക് പോകുന്നതിലും പുറത്തേക്ക് വരുന്നതിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ശ്വാസം വെറും സാധാരണ വായു അല്ല എന്ന് മനസ്സിലാക്കണം. അത് ബ്രഹ്മമുഹൂർത്തത്തിന്റെ ദൈവീക പ്രാണശക്തിയാണെന്ന് നിങ്ങൾ അനുഭവിക്കണം. ആ ശക്തി നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അണുവിനെയും വിശുദ്ധമാക്കുന്നതാണ്. നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ എല്ലാ നെഗറ്റീവ് ചിന്തകളും, എല്ലാ കുറവുകളും, എല്ലാ സംശയങ്ങളും പുറത്തേക്ക് ഒഴുകിപ്പോകുന്നതായിട്ട് നിങ്ങൾ അനുഭവിക്കണം. കുറച്ചു നിമിഷങ്ങൾ ആ നിശബ്ദതയിൽ തന്നെ ഇരിക്കുമ്പോൾ ഈ സമയത്ത് പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ശാന്തമായ ഒരു ശ്രോതാവാകുക മാത്രമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ ചിന്തയുണ്ടാകും. മാസങ്ങളായിട്ട് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു പരിഹാരം പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെയെങ്കിലും നിങ്ങൾ ഓർക്കാൻ തുടങ്ങും. അവർക്കിപ്പോൾ നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ആവശ്യമായി വന്നേക്കാം. ഒരുപക്ഷെ നിങ്ങൾ മുൻപൊരിക്കലും അനുഭവിക്കാത്ത ഒരു അതിരില്ലാത്ത ശാന്തി നിങ്ങളുടെ ഉള്ളിൽ വന്നു നിറയും. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവനെ നിങ്ങൾക്ക് ധ്യാനിക്കാം, അല്ലെങ്കിൽ ഓം മന്ത്രം മൃദുവായി ജപിക്കാം. ഓം എന്ന ആ ശബ്ദം ഈ സമയത്ത് പ്രപഞ്ചത്തിന്റെ ആദിമനാദവുമായി ഒന്നുചേർന്ന് നിങ്ങളുടെ ബോധത്തെ പല മടങ്ങുയർത്തും. നിങ്ങൾക്ക് നിങ്ങളുടെ പിതൃക്കളെയും ഓർക്കാം. ഹൃദയത്തിൽ നിന്ന് അവരോട് പ്രാർത്ഥിക്കാം. എന്റെ മുൻഗാമികളെ, ഞാൻ നിങ്ങളെ വണങ്ങുന്നു. എന്നെയും എന്റെ കുടുംബത്തെയും നിങ്ങളുടെ കരുണയിൽ കാത്തുസൂക്ഷിക്കണം. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നെല്ലാം നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ഈ ചെറിയ പ്രാർത്ഥന പോലും ഉടൻ തന്നെ അവരിലേക്കെത്തും. അവരുടെ ആശീർവാദം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഓരോ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കും. ആദ്യത്തിൽ നിങ്ങളുടെ മനസ്സ് ഒന്ന് ഉറച്ചു നിൽക്കാതെ അലഞ്ഞുതിരിയും. വീണ്ടും നിങ്ങൾക്ക് ഉറക്കം വരും. പക്ഷേ മനസ്സ് തളരരുത്. ആദ്യമായി ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റിൽ നിങ്ങളൊന്ന് തുടങ്ങി നോക്കൂ. ഈ സമയത്തിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാകുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ശരീരവും മനസ്സും ഈ ദൈവിക കൂടിക്കാഴ്ചയ്ക്കായി സ്വയം ആകാംക്ഷയോടെ കാത്തിരിക്കാൻ തുടങ്ങും. ഇതൊരു പതുക്കെയുള്ള പ്രക്രിയയാണ്. ഇതിപ്പോൾ ഉണരാൻ തുടങ്ങിയ നിങ്ങളുടെ ആത്മാവിന്റെ ഒരു അഭിവാഞ്ചയാണ്, ഒരു ദാഹമാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഓരോ രാത്രിയും നിങ്ങൾ ഈ രീതിയെ പിന്തുടരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മുഖത്ത് ഒരു പ്രത്യേക തേജസ്സുണ്ടാകും, ഒരു ദിവ്യപ്രകാശമുണ്ടാകും. മനസ്സിലെ അനാവശ്യ ചിന്തകളും ഭയങ്ങളും ആശങ്കകളുമൊക്കെ ഇല്ലാതാകാൻ തുടങ്ങും. നിങ്ങൾക്ക് തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി നടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. അവർ നിങ്ങളോട് ഉപദേശം ചോദിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഒരു സാമീപ്യം പോലും അവർക്ക് ആശ്വാസം നൽകുന്നതായിട്ട് തോന്നും. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. അത് നിങ്ങളെപ്പറ്റി മാത്രമല്ല, മറ്റുള്ളവരെപ്പറ്റിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് അന്ധവിശ്വാസമല്ല കൂട്ടുകാരെ, ഇത് ഊർജ്ജത്തിന്റെ ശാസ്ത്രമാണ്. പ്രപഞ്ചം അതിന്റെ എല്ലാ ശക്തിയും ഒഴുക്കുന്ന ആ സമയത്ത് ശരിയായി ഉപയോഗിക്കാൻ നിങ്ങൾ പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. മനുഷ്യജീവിതം മുഴുവനും തേടുന്ന നിധിയുടെ താക്കോൽ ഇപ്പോൾ നിങ്ങളുടെ കൈകളിലാണ് എത്തിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ ദൈവീക ശക്തി ഓരോ ദിവസവും നിങ്ങൾക്കൊരവസരം നൽകുകയാണ്. ദിവസം തോറും നിങ്ങളുടെ വാതിലിൽ തട്ടുകയാണ്. പക്ഷെ ഇതുവരെ നിങ്ങൾ അതിനെ അവഗണിച്ചു.
എന്നാൽ ഇപ്പോൾ ഈ രഹസ്യം അറിഞ്ഞതിനു ശേഷം നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യരുത്. ഇനി നിങ്ങളുടെ ഉറക്കം മുറിയുന്നത് ഒരു പ്രശ്നമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, മറിച്ച് അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരിഹാരമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർന്ന ലക്ഷ്യത്തിലേക്കുള്ളൊരു വിളിയാണത്. ഇത് നിങ്ങളൊരു സാധാരണ മനുഷ്യൻ മാത്രമല്ല എന്നതിന്റെ അടയാളമാണ്. രാത്രിയുടെ നിശബ്ദതയിൽ 3 മുതൽ 5 മണിക്കിടയിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമ്പോൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. പകരം ഒരു ചെറിയ പുഞ്ചിരിയോടെ മനസ്സിൽ പറയണം, ഈ വിളി ആരുടേതാണെന്ന് എനിക്കറിയാം, ഞാൻ തയ്യാറാണ്. ഈ ജ്ഞാനം, ഈ രഹസ്യം നമ്മുടെ മുൻഗാമികൾ നമുക്ക് നൽകി കൈമാറിയതാണ്. ഇത് നമ്മുടെ ആത്മീയ ഗ്രന്ഥങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു നിധി തന്നെയാണ്. ഈ ബ്രഹ്മമുഹൂർത്തത്തിന്റെ രഹസ്യം, ഇന്ന് ആ നിധിയിൽ നിന്ന് ഒരു ചെറിയ മുത്തു മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിച്ചത്. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഇതുപോലെ അനവധി രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ അറിവ് നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ വലിയ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒരു മറുപടി ലഭിച്ചതായി നിങ്ങൾക്ക് തോന്നിയെങ്കിൽ, ഈ ജ്ഞാനത്തിന്റെ വെളിച്ചം നിങ്ങളിൽ മാത്രം ഒതുക്കിവെക്കരുത്. നിങ്ങളിത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഈ ജ്ഞാനം കൂടുതൽ ആളുകളിലേക്കെത്തും, അവരുടെ ജീവിതവും മാറ്റം കാണും. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായും കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും പങ്കുവയ്ക്കുക. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഒരു ഷെയർ ആരുടെയോ പുലർച്ചെയുള്ള ഉണരലിന്റെ രഹസ്യം തുറന്നുകാട്ടാൻ ഒരു കാരണമാകും. ഇത് ആരുടെയോ ഉറങ്ങിക്കിടന്ന ഭാഗ്യം ഉണർത്താനിടയാകും. ആർക്കറിയാം, നിങ്ങളുടെ ഒരു ചെറിയ ശ്രമം പോലും മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയൊരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാൻ കാരണമാകും. യൂട്യൂബ് വീഡിയോ കാഴ്ചകൾ നിങ്ങളുടെ യൂട്യൂബ് ഹിസ്റ്ററിയിൽ സ്റ്റോർ ചെയ്യും. നിങ്ങളുടെ ഡാറ്റ യൂട്യൂബ് അതിന്റെ സേവന നിബന്ധനകൾ അനുസരിച്ച് സ്റ്റോർ ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യും.